സ്പാനിഷ് കരുത്തരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിലേക്ക് മുന്നേറി ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോർട്ട്മുണ്ട്. ഇന്ന് ഡോർട്ട്മുണ്ടിന്റെ മൈതാനത്ത് നടന്ന ആവേശകരമായ രണ്ടാം പാദ ക്വാർട്ടർ പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് സെമി ബർത്ത് ഉറപ്പിച്ചത്. ആദ്യപാദത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 2-1 വിജയിച്ചിരുന്നു. 5-4 എന്ന അഗ്രഗേറ്റ് സ്കോറിലാണ് ഡോർട്ട്മുണ്ടിന്റെ സെമി പ്രവേശനം. ഇന്ന് ആദ്യ പകുതിയിൽ തന്നെ ഡോർട്ട്മുണ്ട് 2 ഗോളുകൾക്ക് മുന്നിലെത്തി. 34 മിനിറ്റിൽ ഹൂലിയൻ ബ്രാൻഡിറ്റും 39 മിനിറ്റിൽ ഇയാൻ മാഡ്സനുമാണ് ഗോളുകൾ നേടിയത്. ഇതോടെ അഗ്രഗേറ്റ് സ്കോറിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-3 ബൊറൂസിയ മറികടന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറി. 49 മിനിറ്റിൽ ഒരു സെൽഫ് ഗോളിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് കളിയിലേക്ക് തിരികെ വന്നു. അഗ്രഗേറ്റ് സ്കോർ 3-3 എന്നായി. പിന്നാലെ 64 മിനിറ്റിൽ അർജന്റീൻ താരം ഏഞ്ചൽ കൊറിയയിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിലൊപ്പമെത്തി. സ്കോർ 2-2. അഗ്രഗേറ്റ് സ്കോറിൽ 4-3 അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നിൽ. എന്നാൽ 71 മിനിറ്റിൽ ഫുൾക്രിക്കിലൂടെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ലീഡ് തിരിച്ചു പിടിച്ചു. സ്കോർ 3-2. തൊട്ടു പിന്നാലെ 74 മിനിറ്റിൽ സബ്സ്റ്ററിലൂടെ ഡോർട്ട്മുണ്ടിന് 4ാം ഗോളും വന്നു. ഈ ഗോൾ ബൊറൂസിയയുടെ വിജയവും ഉറപ്പിച്ചു. ഇതോടെ അഗ്രഗേറ്റ് സ്കോറിൽ 5-4 മുൻതൂക്കത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് സെമി ഫൈനലിലെത്തി. സെമി ഫൈനലിൽ ബാഴ്സലോണയെ കീഴടക്കി വരുന്ന PSG ആണ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.